അരുളി ചെയ്തവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നമ്മുടെ ഈ കുടുംബയോഗം ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥനാ ഗാനത്തിനായി അനീന ബിനീഷിനെ സ്വാഗതം ചെയ്യുന്നു. നിമിഷം ദൈവമേ നിൻ സ്തുതി പാടിടും ഞാൻ, ഓരോ ശ്വാസത്തിലും ദൈവമേ നിൻ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചെങ്ങനെ ഭൂമിയിൽ മാലകയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും. ഓരോ നിമിഷം ദൈവമേ നിൻ സ്തുതി പാടിടും ഞാൻ, ഓരോ ശ്വാസത്തിലും ദൈവമേ നിൻ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചെങ്ങനെ ഭൂമിയിൽ മാലകയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും. കരയുന്ന നെഞ്ചിലെ കണ്ണീരൊപ്പാൻ ഞാനൊന്നു പോയിടാം, നീറുന്ന നെഞ്ചിലെ ഭാരം താങ്ങാൻ ഞാനൊന്നു കൂടിടാം. കരയുന്ന കണ്ണിലെ കണ്ണീരൊപ്പാൻ ഞാനൊന്നു പോയിടാം, നീറുന്ന നെഞ്ചിലെ ഭാരം താങ്ങാൻ ഞാനൊന്നു കൂടിടാം. ചെയ്യുന്നതെല്ലാം ഈശോയ്ക്കു വേണ്ടിയാണെന്നുള്ള ചിന്തയാ ആനന്ദത്തോടെ പുണ്യപ്രവർത്തികൾ ചെയ്തു നടന്നിടാം, ആനന്ദത്തോടെ പുണ്യപ്രവർത്തികൾ ചെയ്തു നടന്നിടാം. ഓരോ നിമിഷം ദൈവമേ നിൻ സ്തുതി പാടിടും ഞാൻ, ഓരോ ശ്വാസത്തിലും ദൈവമേ നിൻ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചെങ്ങനെ ഭൂമിയിൽ മാലകയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും, പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും. അടുത്തതായിട്ട് നമ്മുടെ ഈ പാറയ്ക്കൽ കുര്യാക്കോസ് മറിയാമ്മ കുടുംബ സംഗമത്തിന്റെ കരുത്തുറ്റ ശാഖകളായ മക്കൾ, 8 മക്കൾ. ആ 8 മക്കളിൽ 8 പേര് ഇപ്പൊ നമ്മളോട് കൂടെ ഇല്ല. അപ്പോ ഉള്ള മക്കളും പിന്നെ മക്കളുടെ പ്രതിനിധികളായി ഓരോരുത്തരും 7 പേര് സ്റ്റേജിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. മരത്തിന്റെ ശിഖരങ്ങൾ പല ദിശയിലേക്ക് വളർന്നാലും ആ വളർച്ചയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അതിന്റെ വേര് തന്നെയാണ്. നമ്മുടെ പാറയ്ക്കൽ കുടുംബത്തിന്റെ അടിവേരുകളായ കുര്യാക്കോസ് മറിയാമ്മ ദമ്പതികളുടെ കരുത്തുറ്റ ശാഖകളായ മക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന് ഈ കുടുംബ സംഗമത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാറയ്ക്കൽ കുര്യാക്കോസ് മറിയാമ്മ കുടുംബത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പലർക്കും അറിയാം, ഞങ്ങളുടെ ജനറേഷന് ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പാറയ്ക്കൽ മത്തായിയുടെ മൂത്ത മകൻ കുര്യാക്കോസ് മണ്ണുകുടി കുടുംബത്തിലെ മറിയാമ്മയാണ് വിവാഹം ചെയ്തത്. ഇവർ വിവാഹിതരായപ്പോൾ കുര്യാക്കോസിന് 13 വയസ്സും മറിയാമ്മയ്ക്ക് 9 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കുര്യാക്കോസ് മറിയാമ്മ ദമ്പതികൾ 1960 ഇന്നത്തെ എറണാകുളം ജില്ലയിലെ കോതമംഗലം പുന്നേക്കാട്ടിൽ നിന്നും തന്റെ പിതാവ് മത്തായും മാതാവ് അന്നയും സഹോദരൻ പൈലി, സഹോദരിമാർ ഏലിയാമ്മ, കുഞ്ഞമ്മ, കുഞ്ഞേലിയുമായി നീലഗിരിയിലെ ചേരങ്കോട്, കാരക്കൊല്ലി, പൂതമൂല എന്നീ പ്രദേശങ്ങളിലായി താമസിച്ചു പോന്നു. 1961 ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ തന്റെ പിതാവ് മത്തായും സഹോദരി കുഞ്ഞേലിയും ഭർത്താവ് ജോസഫും 5 മക്കളും മരണപ്പെട്ടു. കുര്യാക്കോസ് മറിയാമ്മ ദമ്പതികൾക്ക് 8 മക്കൾ. ഒന്നാമത്തെ മകൾ അന്നമ്മയെ വിവാഹം ചെയ്തത് ചിറപ്പാട്ട് തോമസ് ആണ്. ഇവർക്ക് 3 ആണും 1 പെണ്ണുമായി 4 മക്കൾ. ജോണി, അന്നു, കുര്യാക്കോസ്, മത്തായി. ഇവർക്ക് മക്കളും കൊച്ചുമക്കളുമായി 6 തലമുറ വരെ എത്തി നിൽക്കുന്നു. രണ്ടാമത്തെ മകൾ മത്തായി വിവാഹം ചെയ്തത് പഞ്ചേൽ കുടുംബത്തിലെ സാറാമ്മയാണ്. ഇവർക്ക് 2 പെണ്ണും 1 ആണുമായി 3 മക്കൾ. മേരി, അന്നമ്മ, തങ്കച്ചൻ. ഇവർ മക്കളും കൊച്ചുമക്കളുമായി 6 തലമുറ വരെ എത്തി നിൽക്കുന്നു. മൂന്നാമത്തെ മകൾ സാറാമ്മ. ഇവർക്ക് 2 ആണും 3 പെണ്ണുമായി 5 മക്കൾ. ലിസി, രാജൻ, ബെന്നി,
ജെസി, ബേബി, അന്നമ്മ. മക്കളും കൊച്ചുമക്കളുമായി 5 തലമുറ എത്തി നിൽക്കുന്നു. 5ാമത്തെ മകൻ ഏലിയാസ് വിവാഹം ചെയ്തത് കൊച്ചുകൊന്നേൽ കുടുംബത്തിലെ ചിന്നമ്മയാണ്. ഇവർക്ക് 2 ആൺമക്കൾ, ബെന്നി, ബിജു. മക്കളും കൊച്ചുമക്കളുമായി 4 തലമുറ എത്തി നിൽക്കുന്നു. 6ാമത്തെ മകൻ ഗീവർഗീസ് വിവാഹം ചെയ്തിരിക്കുന്നത് കളരിക്കാക്കുടി കുടുംബത്തിലെ അന്നമ്മയാണ്. ഇവർക്ക് 2 പെൺമക്കൾ, റീന, ബീന. ഇവർ മക്കളും കൊച്ചുമക്കളുമായി 5 തലമുറ എത്തി നിൽക്കുന്നു. 7ാമത്തെ മകൻ പൈലി വിവാഹം ചെയ്തത് കൊച്ചുകുന്നേൽ കുടുംബത്തിലെ കുഞ്ഞമ്മയാണ്. ഇവർക്ക് 3 ആണും 1 പെണ്ണുമായി 4 മക്കൾ, പ്രജീഷ്, ബിനീഷ്, ജിനീഷ്, പ്രിയ. മക്കളും കൊച്ചുമക്കളുമായി 4 തലമുറ എത്തി നിൽക്കുന്നു. 8ാമത്തെ മകൾ ഏലിക്കുട്ടിയെ വിവാഹം ചെയ്തത് മണലിപ്പറമ്പിൽ പൗലോസാണ്. ഇവർക്ക് 1 ആണും 1 പെണ്ണുമായി 2 മക്കൾ, ബിജു, ഷീജ. ഇവർ മക്കളും കൊച്ചുമക്കളുമായി 4 തലമുറ എത്തി നിൽക്കുന്നു. 1960 കാലഘട്ടത്തിലെ കാട്ടുമൃഗങ്ങളോടും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളോടും മല്ലിട്ടാണ് ജീവിച്ചു വന്നത്. ജീവിതമാർഗമായി കൂലിപ്പണിയും മറ്റ് കൃഷികളായിരുന്നു ആശ്രയം. ഈ മാതാപിതാക്കളെ സ്മരിക്കുവാനായി കിട്ടിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഇതിനായി ബിജു പിയെ ക്ഷണിക്കുന്നു. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ കുടുംബത്തിൽ ഒത്തുചേരുവാൻ ദൈവം ഒരു സാഹചര്യം ഒരുക്കി തന്ന് ഞാൻ ദൈവത്തെ ആദ്യമായി സ്തുതിക്കുകയാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും ഇന്നോട് ഒത്തുചേർന്ന് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ദൈവത്തെ ഞാൻ ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. നമ്മുടെ വിട്ട് പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇന്നിവിടെ സഫലമായിക്കൊണ്ടിരിക്കുന്നത്. അതിനാലും അതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും, എൻ്റെ സഹോദരി സഹോദരങ്ങൾക്കും, കുഞ്ഞുമക്കൾക്കും എല്ലാം എൻ്റെ സ്വാഗതം ആശംസിക്കുകയാണ്. കൂടുതൽ സമയം പറഞ്ഞ് ഞാൻ ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അനേർക്കും നിങ്ങളോട് ആശംസകൾ അറിയിക്കുവാനുള്ളത് കൊണ്ട് എൻ്റെ മൈക്ക് അമ്മൂന് കൈമാറുന്നു. കൈയടിച്ചേ. കേക്ക് കട്ടിംഗ് ആണ്. അതിനും 7 കുടുംബാംഗങ്ങളെ ക്ഷണിക്കുന്നു.
ആശംസാ പ്രസംഗത്തിനായി ബേബി കെയർ ക്ഷണിക്കുന്നു. ഇങ്ങനൊരു വേദിയും ഇങ്ങനൊരു സദസ്സും കാണാൻ ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവർ നമ്മോടൊപ്പം ഇല്ല. പ്രൗഢഗംഭീരമാക്കിയിരിക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളെ, കൂടപ്പിറപ്പുകളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങൾ. പ്രത്യേകിച്ച് ആ വേദിയിൽ ഇരുന്നുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ഒരു എനർജിയാണ് ഇപ്പൊ ഈ സദസ്സിലിരിക്കുമ്പോൾ. കാരണം ഞാൻ വല്യാപ്പാന്ന് വിളിച്ചുകൊണ്ടിരുന്ന എന്റെ തലത്തൊട്ടപ്പന്റെ സാന്നിധ്യത്തിലാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്, ഒത്തിരി ധൈര്യം തോന്നുന്നുണ്ട്. അവരെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ വേദി കിട്ടിയതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. ഒത്തിരി തിരക്ക് പിടിച്ച ഈ ജീവിതകാലത്ത് ഇതുപോലുള്ള ബന്ധങ്ങളുടെ ദൃഢത കുറഞ്ഞു വരികയും അതോടൊപ്പം തന്നെ ഈ പുതിയ തലമുറ പ്രത്യേകിച്ച് വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ ബന്ധങ്ങൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലുള്ള കുടുംബ യോഗങ്ങൾ അതിനെ ദൃഢമാക്കാൻ ഒത്തിരി സഹായിക്കുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇന്നത്തെ കുടുംബയോഗത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ആരോഗ്യവും നേരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആശംസ പറയാൻ വിളിച്ചപ്പോൾ എൻ്റെ കയ്യും കാലങ്ങളൊക്കെ ശരിക്കും മൈക്കുടിച്ച് ഒരു ശീലമൊന്നുമില്ല. എന്നാലും ദൈവം ഈ ഒരു അവസരം ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു. പാറയ്ക്കൽ കുര്യാക്കോസ് മറിയാമ്മ ദമ്പതികളുടെ മക്കളും കൊച്ചുമക്കളുമായി 6, 7 പരമ്പരകൾ കടന്നു നിൽക്കുന്ന നമ്മൾ ഇന്നിവിടെ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മൾ പിന്തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ പാറയ്ക്കൽ കുര്യാക്കോസും മറിയാമ്മയും വിവാഹവിഹിതരായത് എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ കേട്ടായിരുന്നോ? എത്രാമത്തെ വയസ്സിലാണ്? 13, 9. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന പ്രായമാണ്. ഇപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്ന മക്കളുടെ പ്രായം എന്ന് പറഞ്ഞാൽ മതി. 13, 9 വയസ്സിൽ ദമ്പതികളായി അവർ കുടുംബജീവിതം അന്ന് ആരംഭിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യം എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പാടുകളുടെയും കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നുപോയിരുന്നത്. വിവാഹിതരായ ശേഷം കുടുംബമായി ഞാൻ എടുത്തു പറയുന്ന അപ്പത്തിലെ അമ്മയുടെ കുടുംബം മാത്രമാണ് എടുത്തു പറയുന്നത്. അവരുടെ മക്കളും ഒരു കുടുംബം. നമ്മുടെ ഒരു വീട്ടിലെ ഒരു മക്കള് ചേട്ടനിമാർ എങ്ങനെയാണോ ബന്ധത പുലർത്തുന്നത് അതാണ് ഞാൻ ആലോചിച്ച് വെക്കുന്നത്. പപ്പയാണെങ്കിലും ആന്റിയും ചാസനും ഇവരെ ആ കുടുംബമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർ പരസ്പരം അവർ തമ്മിലുള്ള ബന്ധങ്ങൾ പുലർത്തിയതും അവരെ എങ്ങനെയാണ് ഒരാൾ കെയർ ചെയ്തതെന്നൊക്കെ കണ്ടും കേട്ടറിയാൻ കഴിഞ്ഞ ഒരുപാട് ധന്യ മുഹൂർത്തങ്ങൾ എന്റെയും ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ നടന്നു പോയിരിക്കുന്ന സംഭവമാണ്. മൂത്ത ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ഏലിയാസ് അപ്പച്ചി, ഞാൻ പപ്പയുടെ കാര്യം പറയാൻ വെച്ചാൽ എൻ്റെ ഒരു അനുഭവം വെച്ചാണ് പറയുന്ന അനുഭവം, മറ്റുള്ളവർ ചെയ്തില്ല. അപ്പൊ മൂത്ത ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഒരു നയിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തെ നയിക്കുന്നത് പോലെ തന്നെ എല്ലാ കുടുംബങ്ങളും എല്ലാവരെയും ഒരു മേൽനോട്ടമായിരുന്നായിരുന്നു ഏലിയാസ് അപ്പച്ചി ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നടത്തിയിരുന്നത്. എല്ലാ കാര്യങ്ങളും ആലോചിക്കാനും തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മൾ ഈ കുടുംബവുമായി ആശ്രയിച്ചിരുന്നു. അതേ തന്നെ അയ്യമ്പലി പ്രദേശത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന്റിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് ആന്റി പപ്പയോടുള്ള ആ പെരുമാറ്റം മോനെ എന്നാണ് വിളിച്ചത്. ഒരു അമ്മയുടെ സ്ഥാനമാണ് ആന്റി പപ്പയ്ക്ക് നൽകിയിരുന്നത്. പല ഘട്ടത്തിലും അവരുടെ കഷ്ടകാലത്തും അവരുടെ സന്തോഷ നിമിഷങ്ങളെല്ലാം അവർ കെയർ ചെയ്യുന്ന, പരസ്പരം സ്നേഹം പങ്കുവെക്കുന്നതും, പൈലിക്കുഞ്ഞെ മോനെ എന്താണെന്ന വിശേഷം ചോദിക്കുന്ന ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയമാണെങ്കിൽ പോലും അവരുടെ സ്നേഹബന്ധം ദൃഢമായിരുന്നവരും അതെന്നും നിലനിർത്താൻ അവരുടെ
ജീവിതകാലം മുഴുവൻ മരണം വരെ അത് നിലനിർത്താൻ സാധിച്ചു എന്നത് വളരെ സന്തോഷകരമായ വിഷയം. അവസാന നാളുകൾ പോലും ആന്റി ആണെങ്കിലും അപ്പിച്ചീനാണെങ്കിലും ഞങ്ങൾക്ക് ആ അവരെ കൂട്ടായ്മ, ആ ബന്ധങ്ങൾ കലർത്താൻ എനിക്ക് മർമ്മപ്രധാനമായ കാര്യം. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ഞാനിത് ചുരുക്കി പറഞ്ഞു വെച്ചത് എന്തിനാന്ന് വെച്ചാൽ, ഇന്നത്തെ തലമുറ നമ്മൾ കണ്ടും കേട്ടും പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ചേച്ചിമാരും ചട്ടയന്മാരുമായി ഒത്തുചേർന്ന് ഞങ്ങൾ സന്തോഷിച്ചിരുന്ന കാലഘട്ടത്തിലേക്കാണ് തിരിഞ്ഞു നോക്കുന്നത്. ഇന്നത്തെ മക്കൾക്ക് അതില്ല. ഒറ്റപ്പെട്ടു പോയതിന്റെ ഇത് പലരും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പലരും. നമ്മുടെ ഈ കുടുംബയോഗം നടത്തുവാൻ വേണ്ടി ഞാൻ നമ്മുടെ കുടുംബങ്ങളെ സമീപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളോടൊത്ത് എല്ലാവരും സഹകരിച്ചു. നമുക്കിങ്ങനെ ഒരു പരിപാടി നടത്തണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ച് നടത്തുവാൻ, ഇത് ആരോട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതിന് എതിരഭിപ്രായമായി ആരും വന്നിട്ടില്ല. നടത്താം എന്നുള്ള ഫസ്റ്റ് വാക്യാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഇത് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള ചോദ്യത്തിലേക്ക് വന്നത്. തീർച്ചയായും ഇത് നടത്തുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് മുമ്പിൽ കാണിച്ചു പോയിട്ടുള്ള ആ മാർഗം, നമ്മൾ അവരെ സ്നേഹം കാണിച്ചു തന്നു, അവർ ജീവിച്ചു, നമ്മളിൽ നിന്ന് പലരും വേർപെട്ടു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ സ്നേഹം നമ്മൾ പരസ്പരം പങ്കുവെച്ചു. ആ സ്നേഹം നമ്മളും പരസ്പരം സഹോദരങ്ങളായിട്ടും ഇന്ന് ആ ബന്ധം നമ്മളും നിലനിർത്തിക്കൊണ്ടുപോയി നമ്മുടെ മക്കളിലേക്കും അത് പകരുവാൻ നാം ഈ ജനറേഷനായി നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണെന്ന് കൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ കുടുംബയോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയും. നന്ദിയുടെ ഇപ്പോഴല്ല പറയേണ്ടതെന്ന് എനിക്കറിയാം, എന്നാലും നന്ദി പറയാൻ കാര്യം ഒത്തിരി ദൂരങ്ങളിൽ നിന്നും ഒത്തിരി സമയം മെനക്കെടുത്തി നിങ്ങളുടെ ജോലി സ്ഥാപനങ്ങൾ അടച്ചിട്ട് ഓരോ ഇതിനു വേണ്ടി കുടുംബത്തോടായിരിക്കാൻ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചിരുന്ന സ്നേഹത്തിന്റെ ഭാഗമായി മാത്രമാണ് നമ്മൾ ഇരിക്കുന്നത്. അവരുടെ സ്നേഹമില്ലായിരുന്നു നമ്മൾ ആരും ഇവിടെ കൂടുന്ന ആഗ്രഹിക്കില്ലായിരുന്നു. അവരുടെ സ്നേഹം പങ്കുവയ്ക്കാൻ, ആ സ്നേഹം മറ്റുള്ളവർക്ക് പകരാൻ ഒരു അവസരം കിട്ടിയതിനകത്ത് ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകും. പറയേണ്ട കാര്യങ്ങളാണ് ജിനീഷ് പറഞ്ഞത്. അപ്പം പറഞ്ഞാലോ 100% യഥാർത്ഥവുമാണ്. നമ്മൾ എല്ലാവരും കൂടെ ഐക്യത്തോടുകൂടി ഒത്തുകൂടുക എന്നൊരു ആഗ്രഹവും എൻ്റെ മനസ്സിലും എൻ്റെ പെങ്ങളുടെ മനസ്സിലും അങ്ങനെ നമുക്ക് എന്നോടൊരു കുടുംബയോഗം കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളോട് പറയുമായിരുന്നു. അത് പോകുന്നതിന് മുമ്പ് സാധിച്ചില്ല. എന്നാലും ഞങ്ങൾ ഈ കുടുംബത്തിൽ ഈ അപ്പനും അമ്മയ്ക്കും ജനിച്ച ഈ മക്കളെല്ലാവരും ഏക മനസ്സായിരുന്നു ഞങ്ങൾ. കാരണം ഒന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഓരോരുത്തരും മരണപ്പെടുമ്പോൾ ഞാൻ അവരെ കാണാനിടയാണ്. അന്നേ ദിവസം ഞാൻ അവരുടെ അടുത്ത് എത്തും. എത്താത്ത ഒരാൾ മരിച്ച അതേ സമയത്ത് തന്നെ എണീപ്പിച്ചു. എൻ്റെ വീട്ടിൽ ഞാൻ ഞെട്ടിത്തെറിച്ച് എണിച്ചു. ഞാൻ എണിച്ച് 1 മണിക്കൂറിനുള്ളിൽ മത്തായി വന്നു. ചാച്ച വേഗം മാറ്റണം, ചാച്ചന് സുഖമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടപ്പിറപ്പുകളുടെ മരണം ഞാൻ മുന്നിൽ കണ്ടിരുന്നു. എല്ലാ കൂടപ്പിറപ്പുകളുടെയും. അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചത് ഒന്നായിട്ടായിരുന്നു. ഞങ്ങൾ പിന്തിരിഞ്ഞില്ല. ഒരു വഴക്കോ വൈകാര്യമോ ഞങ്ങളിലില്ല. എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിച്ച് ഞങ്ങൾ വെച്ചുകൊണ്ടിരുന്നിട്ടില്ല. അങ്ങനെയായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. മേലിലും ഞങ്ങളുടെ ഇനിയുള്ള ഞങ്ങളുടെ എല്ലാ മക്കളും എല്ലാ തലമുറകളും ഇതേ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൊടിയിൽ തന്നെ വിളിച്ചിങ്ങനെ ചേട്ടായി ഇന്നിങ്ങനെ വരണം എന്ന് പറഞ്ഞു ഒരു ദിവസം. അന്നേരം എൻ്റെ മനസ്സിന് എൻ്റെ പോയിട്ട് എന്താ കാര്യം എന്ന് ഇങ്ങനെ ശ്രമിച്ചു. എങ്കിലും കുറച്ചു നേരം ഇങ്ങനെ ഞാൻ ആലോചിച്ച് എന്തായാലും വേണ്ടില്ല സംഘമല്ലേ. പലപ്പോഴും നമ്മളിങ്ങനെ ഒറ്റ തിരിഞ്ഞിങ്ങനെ പല സ്ഥലത്തും താമസിക്കുന്നു. എന്തെല്ലാം ഭാരങ്ങളുണ്ടെങ്കിലും സ്വന്തം അടക്കി ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്നു. എന്നാൽ അന്ന് എല്ലാവരും കൂടി ഒന്ന് കണ്ട് ഒന്ന് സന്തോഷിക്കുന്നത് വലിയൊരു ഭാഗ്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ എല്ലാ തിരക്കൊക്കെ ഒഴിവാക്കിയിട്ട് അന്ന് നേരത്തെ വന്നു. വിനീഷ് പറഞ്ഞു 7 മണിക്ക് തന്നെ അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ 7 മണിക്ക് കറക്റ്റ് ഇവിടെ വന്നപ്പോൾ കൂടി ആരുമില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ
വിധി വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കൂട്ടുകാരനും എൻ്റെ ചേട്ടനുമാണ് മത്തായി അങ്ങോട്ട് ഓടിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മത്തായി എല്ലാം റെഡിയാക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക, ആരും കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വന്നു, ഓരോരുത്തർ ഇങ്ങനെ വരാൻ തുടങ്ങി. എങ്കിലും വളരെ സന്തോഷമായിരുന്നു. അതിനെപ്പറ്റിയുള്ള ആലോചനകൾ ഇങ്ങനെ തീരുമാനിച്ചു. ഒരു നിമിഷം പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇവിടെ താമസിക്കുന്ന സമയത്ത് അന്നതൊക്കെ കാട് കയറി ഒറ്റ തിരിഞ്ഞുള്ളൊരു വീട്, അങ്ങനെ അറ്റത്തൊരു വീട്, 2 വീടുള്ളൂ. ഞാനിങ്ങനെ ഇടയ്ക്ക് കോടിയാടിക്ക് പോയ സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ ചാച്ചനുണ്ടാവും, വലിച്ചാച്ചൻ ഇങ്ങനെ മുകളിലെ വീട്ടിലുണ്ടാവും. ചാച്ചൻ എന്നെ കണ്ട ഭയങ്കര ജീവനാണ്. സ്വന്തം മക്കളെക്കാരും കൂടുതൽ സ്നേഹം എന്നോട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വാടാന്ന് പറയും, വേഗം വിളിക്കും. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് എപ്പോഴും എൻ്റെ കണ്ണിങ്ങനെ പലപ്പോഴും ഇങ്ങനെ അറിയാം. ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് നന്ദി എത്ര പറഞ്ഞാലും മതിയാകില്ല. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ കുടുംബങ്ങളും മക്കളെ എല്ലാവരും ഒന്ന് കാണാനുള്ള ഭാഗ്യം, ഇങ്ങനൊരു സാഹചര്യം ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഇങ്ങനൊരു ആലോചന കൊടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്. അതുകൊണ്ട് ഇത് തുടർന്ന് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഒരു കാരണവശാലും നിൽക്കരുത്. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളിങ്ങനെ കൂടി സന്തോഷിച്ച് ഒരു ദിവസമല്ലേ, എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ ഇങ്ങനെയൊരു സ്നേഹവും ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇത്ര മുതലുണ്ടായിട്ട് എന്താ കാര്യം, സമാധാനം ഇല്ലെങ്കിൽ പോയി. അതുകൊണ്ട് നമ്മുടെ കുടുംബവുമായിട്ടുള്ളൊരു ബന്ധം സഹോദരന്മാർ ഒത്തൊരുമിച്ച് വെച്ചിരിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണെന്ന് ബൈബിൾ പറയുന്നത് തന്നെയാണ്.